വിദ്വേഷത്തിന് മാപ്പില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഒരു വലിയ വാർത്ത വന്നത്. ഇന്നത്തെ മാതൃഭൂമിയുടെ ഫസ്റ്റ് പേജിൽ തന്നെ ആ വാർത്തയാണ്, വിദ്വേഷത്തിന് മാപ്പില്ല. എന്താണ്, നമ്മുടെ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധമുനയിലെന്നോണം ഒരു ഓപ്പറേഷൻ നടന്നു. ഇതിൽ ഇന്ത്യക്ക് മുൻകൈയാണെന്നും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ ഒപ്പമായി നിന്നുകൊണ്ടുള്ള ഭീകരാക്രമണത്തിനെതിരെ, ഭീകരർക്കെതിരെ പോരാടുന്ന ഇന്ത്യക്കൊപ്പമാണെന്നതൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് അനുകൂലമാണ്. നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന രീതിയിൽ 9 കേന്ദ്രങ്ങളിൽ ഭീകരർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അതുപോലെ തന്നെ പാകിസ്ഥാനെ വിറപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവം വളരെ അഭിമാനപൂരിതമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ രാജ്യത്തിനും ലോകത്തിനും ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്ന് വിവരിച്ചുകൊണ്ട് 2 സ്ത്രീകൾ രംഗപ്രവേശനം നടത്തി. അതായത് ഇന്ത്യൻ ആർമിയിൽ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരായ 2 സ്ത്രീകൾ ഇതൊക്കെ രാജ്യത്തോട് വിവരിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിൽ തന്നെ സിന്ദൂരം ഇല്ലാതാക്കി, അതായത് പലരും വിവാഹം കഴിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നോണം തുടക്കത്തിൽ കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രമായ ഭാര്യ ഭർത്താക്കന്മാർ യാത്ര ചെയ്തിരുന്നു ഈ കാശ്മീരിലേക്ക്. അങ്ങനെ പെഹൽഗാമിലെത്തിയ പല സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ ഈ ഭീകരവാദികൾ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സിന്ദൂരം നഷ്ടമായ സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നു തന്നെ നമ്മൾ പേരിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ചെയ്തത്. അപ്പം സ്ത്രീകൾക്ക് വളരെ ശക്തമായി ബാധിച്ച ഈ ഒരു ഭീകരാക്രമണത്തിന്റെ കാര്യം, അതിന് തിരിച്ചടിക്കുന്ന ഇന്ത്യയുടെ എന്തൊക്കെ ഓപ്പറേഷനിൽ എന്തൊക്കെ ചെയ്തു എന്ന് വിവരിക്കുവാൻ സ്ത്രീകൾ തന്നെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് രംഗപ്രവേശനം നടത്തി എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇപ്പൊ ഒരു മന്ത്രി, നമ്മുടെ ഈ BJPയുടെ ഒരു മന്ത്രി വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് ഈ ഇന്ത്യൻ ആർമിയുടെ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ഈ വനിതയ്ക്കെതിരെ. നമുക്കറിയാം, ഈ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥ ഒരു ഏതെങ്കിലും ഒരു മതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് വന്നതല്ല. ആ ഒരു സ്ത്രീ ഒരുപക്ഷെ മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാരി ആയിരിക്കാം. ഏതെങ്കിലും ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്ന നാമമായതുകൊണ്ട് ഈ BJP മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രി പറയുന്നത് നമ്മുടെ സ്ത്രീകളെ, അത് ഈ പത്രത്തിന്റെ ഈ ഭാഗത്തുണ്ട്, പെഹൽഗാമിലെ കൂട്ടക്കൊലയിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരിയെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി മോദി തകർത്തു. എന്തൊരു വിദ്വേഷപരമായ പരാമർശമാണ്! ഭീകരരുടെ സഹോദരിയാണോ ഈ ഖുറൈഷി? ഭീകരരുടെ സഹോദരിയാണോ സോഫിയ ഖുറൈഷി? സോഫിയ ഖുറൈഷി നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിയ, നമ്മുടെ രാജ്യത്തെ കാത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ എന്താണ് ഈ മന്ത്രിക്ക് മതത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലുമൊക്കെ ഇങ്ങനെ ഒരു വൈരാഗ്യം കാണിക്കൽ? അപ്പൊ ഈ മന്ത്രി ഇപ്പോൾ പറയുന്നത്, ഞാൻ മാപ്പ് പറയാം എന്ന് മന്ത്രി, അതായത് രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധം നടന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഭീകരർ ഉദ്ദേശിച്ചത് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ഡിവൈഡ് ഉണ്ടാക്കുക, മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നത് ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഭീകരർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, അവർ ഈ കലിമ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പലരെയും കൊന്നുകളഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ മുസ്ലിം, ഹിന്ദു അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളും മറ്റ് മതക്കാരും തമ്മിലൊരു ഡിവൈഡ് ഉണ്ടാക്കുക എന്ന് അവർക്ക് ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും മാധ്യമങ്ങളടക്കം, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഒന്നിച്ചു നിന്നുകൊണ്ട് മുഴുവൻ മതങ്ങളും ഇതിൽ രാഷ്ട്രീയമെന്നോ ഒരുപക്ഷെ കോൺഗ്രസും BJP എന്നോ ഒന്നുമില്ലാതെ പാകിസ്ഥാനെതിരെ, ഈ ഭീകരർക്കെതിരെ തിരിച്ചടിക്കണമെന്ന ഒരൊറ്റ അഭിപ്രായത്തിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരെങ്കിൽ ആ ഒരു നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരുപക്ഷെ ഭീകരർ എന്താണോ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലൊരു ഡിവൈഡ് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ BJPയുടെ ഈ മന്ത്രിയുടെ ഈ പരാമർശം എന്ന് പറയാതെ വയ്യ. കോടതി ഇപ്പോൾ സ്വമേധയാ പെട്ടെന്ന് തന്നെ ഈ മന്ത്രിക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതി സ്വമേധയാ കേസെടുക്കുമെന്ന് തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യവ്യാപകമായി മന്ത്രിക്കെതിരെ
പ്രതിഷേധം നടക്കുന്നു. മോദിജി എന്തുകൊണ്ട് ഇത്തരത്തിൽ പരാമർശം നടത്തുന്ന നമ്മുടെ സൈന്യത്തിനെതിരെ തന്നെ ഇത്തരത്തിലൊരു അഭിമാനകരമായ ഓപ്പറേഷൻ നടത്തി നിന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ സൈന്യത്തിലെ ഒരു വലിയ വനിതയെ ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ കൊണ്ട് ആക്രമിച്ച ഈ മന്ത്രിയെ പുറത്താക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. എന്നാൽ ഈ സോഫിയ ഖുറൈശി ആരാണെന്ന് ഒറ്റവാക്കിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സോഫിയ ഖുറൈശി പീസ് കീപ്പിംഗ്, അതായത് UN-ന്റെ, നമുക്കറിയാമല്ലോ ഈ ലബനാനിലും മറ്റുമൊക്കെ UN-ന്റെ കീഴിൽ ഈ സമാധാന സേന പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കമാൻഡറായി പോലും ഒരു സ്ത്രീ ആദ്യമായി പോയി ഒരു വലിയ സംഘത്തെ നയിച്ച പാരമ്പര്യമുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഈ സോഫിയ ഖുറൈശി എന്ന് പറയുന്നത്. വെറുതെ ഇന്ത്യൻ സൈന്യം ഇതൊക്കെ വിവരിക്കുവാൻ വേണ്ടി ചുമ്മാ പിടിച്ചൊരു സ്ത്രീയെ ആക്കിയതല്ല. ഇന്ത്യൻ സേനക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സ്ത്രീ കൂടിയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഈ സ്ത്രീക്ക് ഇന്ത്യൻ സേനയിൽ ഇവരുടെ മുൻഗാമികൾ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സോഫിയ ഖുറൈശി ഇന്ത്യൻ സേനയിൽ എത്തിയത് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സേനക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ സേനയിലെ സ്ത്രീ ബലത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വനിതയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റുമൊക്കെ പരസ്യമായി വിമർശിക്കുകയും വിദ്വേഷവും വിഷവും ചീറ്റുകയും ചെയ്യുന്ന ഈ ഒരു സംസ്കാരം നമ്മുടെ ഈ തിളക്കമാർന്ന പാകിസ്ഥാനെതിരെയുള്ള ഈ വിജയത്തിന് പോലും കോട്ടം സംഭവിപ്പിക്കുന്ന രീതിയിലായി പോയി എന്നുള്ളത് ഇവിടുത്തെ ഈ BJP ഫാസിസ്റ്റ് ഭരണകൂടവും ഇത്തരത്തിലുള്ള ഈ മന്ത്രിമാരും ഒക്കെ ചിന്തിച്ചാൽ വളരെ നന്നാവുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മന്ത്രിമാരെയൊക്കെ നിലക്ക് നിർത്തുക തന്നെ വേണം. നമുക്കറിയാം, ഈ മാതൃഭൂമിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പേജിൽ ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, രാജ്യത്തിന്റെ മുഖമായ ധീര വനിതയ്ക്കെതിരായ പ്രസ്താവനയിൽ ദേശീയ വനിതാ കമ്മീഷനും മധ്യപ്രദേശ് ഹൈക്കോടതിയും ഇടപെട്ടു. പരാമർശം നടത്തിയ ഗോത്രക്ഷേമ മന്ത്രിയും BJP നേതാവുമായ കുൻവൻ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഉടൻ കേസെടുത്തില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഷായുടെ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും സ്ത്രീകൾക്കെതിരായ അഭിപ്രായ പ്രകടനങ്ങളിൽ എല്ലാവരും മാന്യത പുലർത്തണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ ബ്രഹത്കർ അഭിപ്രായപ്പെട്ടു. പ്രസ്താവനക്കെതിരെ പ്രതിപക്ഷ കക്ഷികളും മന്ത്രിക്ക് BJP നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസും നൽകി. 8 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നേതാവാണ് വിജയ് ഷാ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു BJP മന്ത്രിക്ക് എപ്പോഴാണ് സംസ്കാരം പഠിക്കാൻ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള, അല്ലെങ്കിൽ അവർ മാത്രമാണ്, BJP നേതാക്കളും BJP മന്ത്രിമാരും മാത്രമാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തിലെ ആ സർക്കാരിൻ്റെ പ്രതിനിധികളും അംഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ ഡിവൈഡ് ചെയ്യുവാനും ഇത്തരത്തിൽ രണ്ടായി കീറിമുറിക്കുവാനും ഉതകുന്ന രീതിയിലുള്ള മതങ്ങളെ വിദ്വേഷ പരാമർശങ്ങളും വിഷം ചീറ്റലുകളൊക്കെ കൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ചില അഭിമാനകരമായ ചില സംഭവങ്ങൾ, നമ്മുടെ സൈന്യം പലപ്പോഴും നമുക്കറിയാം ലോകത്ത് തന്നെ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ സൈന്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളും കഴിവുകളും ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ എന്തൊക്കെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടെയുള്ള മന്ത്രിമാർ സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഭരണകക്ഷിയിലെ MLA-മാരിൽ നിന്നും 8 വർഷമായി MLA ആയി തുടർന്ന ഒരു MLA-ക്ക്, ഒരു മന്ത്രിക്ക് ഇത്തരത്തിലുള്ള സംസ്കാരമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, പുതിയ MLA-മാരും അതുപോലെ തന്നെ ഇവരുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന പുതിയ നേതാക്കളുടെയൊക്കെ സംസ്കാരം എന്തായിരിക്കും? എപ്പോഴാണ് ഇവർ സംസ്കാരം പഠിക്കുക? ഏതായാലും ഈ പാകിസ്ഥാനെതിരെ തിളക്കമാർന്ന വിജയം കൈവരിച്ച ഈ വളരെ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തുന്നവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഭീകരർ ഉദ്ദേശിച്ച ഇവിടെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള അവരുടെ ഉദ്ദേശത്തെ താങ്ങി നിർത്തുന്നവരായി ഇവനെപ്പോലെയുള്ള മന്ത്രിമാർ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരെ ഒറ്റപ്പെടുത്തണം, ഇതിനെതിരെ സംസാരിക്കണം, ഇതിനെതിരെ പ്രതിഷേധിക്കണം. ഇതല്ല ഇന്ത്യ, നമ്മുടെ ഇന്ത്യ. എല്ലാവരും ഒന്നായി നേരിട്ട ചരിത്രമുള്ള മണ്ണാണ് നമ്മുടെ ഇന്ത്യ. അതാണ് നമുക്ക് വേണ്ടത്. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.